ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കോഴികളിൽ ഞാൻ രാവിലെ ഇളക്കിയിട്ടുണ്ടായിന്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി. അപ്പോൾ പുറത്തുനിന്ന് കോഴി ഇങ്ങനെ കരയുന്ന വെച്ച് കേട്ടിട്ട് എല്ലാവരും ഒന്ന് അടുത്തോട്ട് വിളിച്ച് നോക്കിയതാണ്, എല്ലാവരും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. കീരി ഇങ്ങനെ അടുത്തേക്ക് കൂടെ ഓടി കളിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇവരെ പിടിച്ചിട്ടില്ല. ഇവർ കുഞ്ഞുണ്ടാവുന്ന സമയത്തെല്ലാം പിടിക്കാൻ നോക്കലുണ്ടായിനെ. ഇപ്പോൾ കുറച്ച് വളർന്നിത്ര പോലെ ആയതുകൊണ്ട് അടുത്തേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നല്ലോ ഉണ്ട്. ഇതുവരെ പിടിക്കേണ്ട ഒരു ശ്രമമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇതിൽ കുറച്ച് പൂവൻ കോഴികളെല്ലാം കൂടുതലുള്ളതുകൊണ്ട് ഇവർ എന്താ പറയുക, നാടൻ കോഴികൾ ക്രോസ് ആണെങ്കിലും കൂടി നാടൻ കോഴികൾ ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വരുമ്പോൾ വേഗം കരയുന്നുണ്ട്. അതുകൊണ്ട് കരയുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാവരും വേഗം വിളിച്ചടുപ്പിച്ച് നോക്കും ഉണ്ടോയെന്ന്. പിന്നെ കുറച്ച് നേരം ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് അതുപോലെ വിളിച്ച സമയത്താണ് ഞാനിത് കാണുന്നത്. ഇതെൻ്റെ ഈ ഒരു കറുത്ത കോഴിക്ക് ഇങ്ങനെ കുറുകുറുപ്പിൻ്റെ ഒരു ശബ്ദം, ഭയങ്കരമായ തുമ്മൽ അങ്ങനെയെല്ലാം ഉണ്ട്. കണ്ട തീറ്റ വരെ എടുക്കുന്നില്ല. അതിനൊരു ബലമില്ലാത്ത പോലെ കഴുത്തിൽ ഇങ്ങനെ ചുരുണ്ട് പിടിച്ച് നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് കഴുത്തിൻ്റെ എല്ലാം ഇങ്ങനെ വളഞ്ഞിട്ട് എടുത്ത് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ദിവസം വരെ ഇപ്പോൾ ഇരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ നല്ലോണമായിട്ട് കാണുന്നത്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഒരു കുറുകലിൻ്റെ ശബ്ദമെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. ഞാൻ തണുപ്പ് തുടങ്ങിയതിൻ്റെ കഫെല്ലാം കഫക്കെട്ടിൻ്റെ എല്ലാം അസുഖം വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ട് തീറ്റയിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഓരോ ദിവസം ഓരോ ഇലകളെല്ലാം മുറിച്ചിട്ടിട്ട് ഔഷധ ഇലകളെല്ലാം മുറിച്ചിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കയ്യിലാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ പെട്ടെന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്കുണ്ട് കോഴി ഇതുപോലെ എന്താ പറയുക, തൂക്കം പിടിച്ച് നിൽക്കുന്ന പറയല്ലേ, അങ്ങനെ. ആളൊട്ടും ആക്റ്റീവേ അല്ല. എന്താ തീറ്റയൊന്നും എടുക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, എവിടെയെങ്കിലും ഇതുപോലെ അനങ്ങാണ്ട് പോയി നിൽക്കുന്നു. സാധാരണ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഓടിപ്പോകുന്ന കോഴികളാണ്. ഇപ്പോൾ അത്ര പോലും ഓടാൻ വരെ ശേഷി അതിനില്ല. അത് ഇതുപോലെ കൂട്ടത്തിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും നിന്നിട്ട് ഇതുപോലെ വായ തുറന്ന് ഇങ്ങനെ ശ്വാസം എടുക്കാൻ ശ്രമിക്കും പോലെയെല്ലാം ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ കോഴീനെ പിടിച്ചിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിനി. വായെല്ലാം തുറന്ന് നോക്കി കവത്തിൻ്റെ ആണോന്നറിയാൻ. അപ്പോൾ കവത്തിൻ്റെ ഒന്നും വായിലൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ചെന്നാൽ പിന്നെ വിരയുണ്ടോയെന്നൊന്ന് നോക്കിയേക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിനങ്ങനെ പിടിച്ചിട്ട് ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടായിനി വിര ശല്യമാണോന്ന്. അപ്പോൾ ആദ്യമൊന്നും കോഴീനെ വളർത്തിയ സമയത്ത് എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഒരുപാട് കോഴികൾ ഇതുപോലെ അസുഖമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വായ തുറന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നതെല്ലാം കാണുമ്പോഴേക്കും കഫക്കെട്ടിൻ്റെ ആ പ്രശ്നം എന്ന് വെച്ചിട്ട് അസിത്രാൾ കൊടുക്കുന്നതിന് മുന്നേ സാധാരണ എന്തെങ്കിലും പച്ചമരുന്നെല്ലാം അരച്ച് കൊടുക്കും. എന്നിട്ട് കുറയാതിരിക്കുമ്പോൾ അസിത്രാൾ കൊടുക്കും. എന്നിട്ടും രക്ഷപ്പെടാണ്ട് കുറേ കോഴികൾ ചത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായില്ലേ വളർത്താൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. വായിൽ കഫത്തിൻ്റെ ഇതൊന്നും കാണാത്ത നേരം ഞാൻ വെച്ചെന്നാൽ പിന്നെ വിര തന്നെ ആയിരിക്കും എന്ന്. അപ്പോൾ വിര ശല്യം കണ്ടതുകൊണ്ട് ഞാൻ ഒന്നും തീറ്റ എടുക്കുന്നില്ല, വെള്ളമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തന്നെ മരുന്ന് കൊടുത്തു. ഈ മരുന്നാണ് കേട്ടോ ഞാൻ കൊടുത്തത്, ആൽബമാർ. ഇതിൻ്റെ പൈസ 39 റുപ്യാണ്. അതുപോലെ തന്നെ കൊടുക്കേണ്ട അളവെല്ലാം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ട്. 30 മില്ലി മുതൽ 45 മില്ലി വരെയാണ് 100 കോഴികൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളതും കൊടുക്കേണ്ട ഡോസേജിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ സിറിഞ്ചിൻ്റെ അകത്ത് 0.3 ml കൊടുത്തത് കേട്ടോ. ആ ഒന്നിൻ്റെക്കാളും താഴോട്ടില്ല അളവാണത് വരുന്നത്. അതെനിക്ക് ഞാൻ മൃഗാശുപത്രി ചോദിച്ചാൽ അവരങ്ങനെ കൊടുത്തെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് ചെറിയ കോഴിക്കെല്ലാം ഒരു എന്താ പറയുക, മുട്ടയിടുന്നതിന് മുന്നേയുള്ള കോഴിക്കെല്ലാം അവർ തൂക്കത്തിനനുസരിച്ച് ഏകദേശം ഒരു 3/4 കിലോ തൂക്കം വരുന്നതിനെല്ലാം 0.3 ml കൊടുത്തോന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് അങ്ങനെയാണ് കൊടുക്കൽ. എന്താ കോഴി ഇതാ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുറുകുറു ശബ്ദവും വരുന്നുണ്ട് അതാക്കുന്നതിന് കണക്കായിട്ട്. അപ്പോൾ ഈ തുടക്കക്കാരെല്ലാം ഉള്ള ആൾക്കാർക്കെല്ലാം എന്തായാലും ഡൗട്ടായിരിക്കും, കഫം കൊണ്ടില്ല വലിച്ചലായിരിക്കും, അങ്ങനെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചിട്ട് അവരെല്ലാം കഫത്തിൻ്റെ മരുന്നിലായിരിക്കും തുടങ്ങുന്നത്, എന്താണെന്ന് നോക്കാണ്ട്. അപ്പോൾ മരുന്ന് കൊടുത്തിട്ട് കോഴിനെ ഞാൻ ഒരു ദിവസം പുറത്തേക്ക് കൂട്ടിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ടായി. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ വീണ്ടും വരപ്പുറം വിട്ടു. ഈ നടന്നു പോകുന്ന കോഴിയാണ് കേട്ടോ ആൾ. ഇന്നലെ മരുന്നോട് തിന്നാകുമ്പോഴത്തേക്ക് കോഴി ഉഷാറായി. അപ്പോൾ തുടക്കക്കാരായി ഒരുപാട് ആൾക്ക് ഡൗട്ടുണ്ടാവും, എന്താ വിരയേതാന്ന് പിന്നെ കഫത്തിൻ്റെ പ്രശ്നം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിപ്പോയതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. കുറുകലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വായൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കഫം ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പശവലിയും പോലത്തെ ഒരു കഫം ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു ഇതറിയാലോ, അങ്ങനെ ഉണ്ടാവും. അതില്ലെങ്കിൽ ഇതുപോലെ ശ്വാസനാളത്തിനകത്ത് വിരയുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്താണെന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഇനി മരുന്ന് കൊടുക്കാനും പാടില്ല. ഇന്നലെ വരെ അടുത്ത് പോയി കഴിഞ്ഞാലും കൂടെ അനങ്ങാത്ത കോഴി ഇന്ന് ഫുൾ ആക്റ്റീവാണ്. ഇന്ന് അതിൻ്റെ അടുത്തോട്ടേക്ക് പോകാൻ വരെ കഴിഞ്ഞില്ല, ഭയങ്കര ഓട്ടമല്ല നാൾ. അതുപോലെ തന്നെ ഈ വിരമരുന്ന് എപ്പോഴും രാത്രിയോ അല്ലെങ്കിൽ പിന്നെ രാവിലെയോ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിതിന് അസുഖമായതുകൊണ്ടാണ് ഇപ്പം തന്നെ പിടിച്ച് കൊടുത്തത്. രാത്രി വരെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ കൊടുത്തത്. വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയലേ, ഭക്ഷണവും വെള്ളമൊന്നും കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലാണ് ഞാൻ സാധാരണ കോഴികൾക്ക് ഈ വിരമരുന്ന് കൊടുക്കുന്നത്. എന്താ വൈകുന്നേരം കോഴികളെല്ലാം തീറ്റയെല്ലാം കഴിഞ്ഞ് കൂട്ടി കയറിയതിന് ശേഷം വിരമരുന്ന് കൊടുക്കും.
അതാകുമ്പോൾ പിന്നെ രാവിലെ വരെ അവർ ഒന്നും കഴിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ മരുന്ന് ശരീരത്തിന് പ്രവർത്തിക്കാൻ അതാണ് നല്ലത്. പിന്നെ കൊടുക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞത് രാവിലെയാണ്. എന്താ പറയുക, ഒരു 5-6 മണി ആ സമയം. അതാകുമ്പോൾ ഒരു 1-2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ കൂട് തുറന്ന് നടക്കുമല്ലോ. പക്ഷേ രാവിലെ നമ്മളെപ്പോലത്തെ വീട്ടമ്മമാർ എന്തായാലും രാവിലെ ആ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കള പണിയെല്ലാം പെൻഡിങ്ങും. അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം തിരഞ്ഞെടുക്കലില്ല. മരുന്ന് കൊടുക്കാൻ ആ സമയത്ത് എന്തായാലും ആവില്ല. പിന്നെ ഒരുപാട് കോഴികളുണ്ടെങ്കിൽ തീരെ ആവില്ല. 1-2 കോഴികളിലാണെങ്കിൽ പ്രശ്നമില്ല. ഒരുപാട് കോഴികളെല്ലാം ഉണ്ടാകുമ്പോൾ ഇതുപോലെ എന്തായാലും നമുക്ക് നടക്കില്ല. നമ്മൾ വെള്ളത്തിലൊന്നുമല്ലല്ലോ, ഡയറക്റ്റ് വായിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് ഓരോന്നിനെ പിടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനങ്ങനെ രാവിലെ കൊടുക്കാൻ നിൽക്കില്ല. അതുപോലെ തന്നെ വിരമരുന്ന് ഞാനിങ്ങനെ എന്താ പറയുക, മെഡിക്കൽ ഷോപ്പിൽ നിന്നല്ല കേട്ടോ കാണിക്കൽ. സാധാരണ ഞാൻ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സ്ലിപ്പ് മുറിച്ച് കഴിഞ്ഞാൽ എത്ര കോഴികളുണ്ട്, എത്ര ഏകദേശം തൂക്കം വരും, പ്രായം, അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് കണക്കായിട്ടുള്ള മരുന്ന് തരും. ഒരു ബോട്ടിൽ കൊണ്ടുപോകണമെന്നേ ഉള്ളൂ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം അവർ അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് എനിക്ക് അതിനൊന്നും സമയമില്ല. പെട്ടെന്ന് ഇത് കണ്ടതുകൊണ്ട് എന്നാൽ മൃഗാശുപത്രിയിലേക്ക് പോകാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിന്. ഞാൻ പെട്ടെന്ന് തന്നെ എന്നിട്ട് വിളിച്ചു പറഞ്ഞു വേഗം മരുന്നോട് തരുമോ ഇതിന്. എല്ലാ കാര്യം വേഗം നോക്കിയതുകൊണ്ട് ഇന്നത്തേക്ക് കോഴി റെഡിയായി കിട്ടിയിട്ടാണ്. പണ്ടെല്ലാന്നെങ്കിൽ ഇതും എൻ്റെ കയ്യിൽ നിന്ന് ചത്തുമൊക്കെ ഉണ്ടാവുള്ളൂ. വിരമരുന്ന് കൊടുത്തതിന് ശേഷം കൊടുക്കുന്നതിന് മുമ്പെല്ലാം നമ്മൾ ഈ വിറ്റാമിൻ സപ്ലിമെൻ്റ് എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്താ പറയുക, ഈ വിമറാള്, പിന്നെ ബ്രോവിപ്ലക്സ് അതുപോലെയുള്ള സപ്ലിമെൻ്റെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കോഴികളൊന്നും ഉഷാറായി കിട്ടാനും വേണ്ടിയാണ് കേട്ടോ. വിരശല്യം കാണുമ്പോൾ മാത്രമല്ല കേട്ടോ വിരകളെ കണ്ടത്. മുട്ടയിടുന്ന കോഴികളെല്ലാം ഉണ്ടല്ലോ, ഈ ഗ്രാമശ്രീയെല്ലാം പോലുള്ള കോഴികൾ, അവരെല്ലാം ഏകദേശം ഒരു 4-4.5 മാസം, അതായത് മുട്ടയിടുന്നതിന് കുറച്ച് മുന്നേ വിരയിളക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നാടൻ പടകൾക്കും ഒരു 5.5 മാസത്തിലെല്ലാം വിരയിളക്കുന്നത് നല്ലതാണ്. അതാകുമ്പോൾ അവരെ മുട്ട ഉൽപ്പാദനം കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ വിരയുണ്ടെങ്കിൽ തന്നെ എന്താ കോഴികൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ പിടിക്കൂല. കോഴികൾ ഇങ്ങനെ മെലിഞ്ഞിട്ടിരിക്കും. പിന്നെ മുട്ടയിടുന്നതിൻ്റെ എണ്ണം കുറയും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം തടയാൻ വേണ്ടിയിട്ടും നേരെയാവാൻ വേണ്ടിയിട്ടെല്ലാം ശ്രദ്ധിച്ചിട്ട് ഈ വിരമരുന്ന് നേരത്തെ കാലത്ത് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. തുറന്നു വിട്ടിട്ടായാലും കൂട്ടിലിട്ടിട്ടായാലും വളർത്തുന്ന കോഴികൾക്ക് തീറ്റ നമ്മൾ കൈത്തീറ്റയായി കൊടുക്കുന്ന സമയത്ത് അതിൽ ഈ കപ്പക്കയും അതുപോലെ അതിൻ്റെ ഇലയെല്ലാം മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വിരശല്യമെല്ലാം കുറക്കാൻ കഴിയും. ഒരുപാട് വരെ ആയത് കുറക്കാൻ കഴിയുന്നല്ല. വിരൻ്റെ മരുന്ന് ഇതുപോലെ കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് തീറ്റയിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെ വിരശല്യം ഉണ്ടാകുമെന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറയലുണ്ട് അഴിച്ചു വിടുന്ന കോഴികൾക്കാണ് വിരശല്യം ഉണ്ടാവൽ. അവരിതുപോലെ എന്താണെന്ന് പറയുക, എന്തെങ്കിലും കൊത്തി തിന്നുമ്പോൾ എല്ലാം ഈ ഇലകളെല്ലാം കൊത്തി തിന്നുമ്പം അതിനകത്ത് ഉണ്ടാകുന്ന വിരേൻ്റെ മുട്ടയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അകത്തേക്ക് ചെന്ന് അതവിടുന്ന് വളർന്ന് വലുതായി അങ്ങനെയാണ് ഈ വിരയില ശല്യം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവരെന്നെ പുറത്തുനിന്ന് ഇളക്കി വിടുന്നതായതുകൊണ്ട് അതിനുള്ള പ്രതിവിധിയും അവരവിടുന്ന് കൊത്തി തിന്നിട്ട് കണ്ടുപിടിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ വേറെ ആൾക്കാർ പറയുന്നത് കൂട്ടിലിടുന്ന കോഴികൾക്കാണ് വിരശല്യം കൂടുതലുണ്ടാവൽ. അവരെ പ്രോപ്പറായിട്ട് പുറത്തൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് വിരമരുന്ന് കൊടുക്കണം എന്ന് പറയല്. ഇപ്പം ഇനി എങ്ങനെയായാലും ഇതിലേതാ സത്യം എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഏതൊരു കോഴിക്കായാലും കൃത്യമായിട്ട് ഒരു ടൈമിൽ ഒരു 3 മാസം കൂടുമ്പോൾ അങ്ങനെ വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ നല്ല ആരോഗ്യത്തിനും നല്ലോണം മുട്ട കിട്ടാനും അവർ നല്ലോണം തീറ്റയെടുക്കാനെല്ലാം നല്ലൊരു സഹായമായിരിക്കും. ഈ 2 കോഴികൾക്കുള്ള പ്രത്യേകത കേട്ടോ. ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇവരെ ധാരണ എൻ്റെ കയ്യിൽ എന്തോ തിന്നാനുണ്ടെന്നാണ്. വെറുതെ വന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ കൊത്തിക്കളിക്കും. ഞാൻ വെറുതെ ഒന്ന് കൈ നീട്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ വെറുതെ വന്ന് കൊത്തേന്. എൻ്റെ കയ്യിലെന്തോ എന്താ ഞാനിപ്പോൾ ഗോതമ്പ് കുറച്ച് കൊണ്ട് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടായിന്, അത് കൊത്തിപ്പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇവർ രണ്ടാളും മാത്രം ഇത്രയധികം എന്നോട് ഇണങ്ങിയിട്ടുള്ളൂ. മടിയിലെല്ലാം കയറി ഇരുന്നിട്ടെല്ലാം ശീലം ഇവർക്ക് രണ്ടാക്കിയാലും. ബാക്കിയെല്ലാവരും അടുത്ത് വരും, പക്ഷേ കയ്യിലേക്ക് കയറലോ ഇതുപോലെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയോ ഇല്ല. ഞാൻ നിൽക്കുന്നതാണെങ്കിൽ എൻ്റെ കാലിൻ്റെ അടുത്തെല്ലാം വന്ന് നിൽക്കും. അല്ലാണ്ട് ഞാനിങ്ങനെ ഇരുന്നിട്ടെല്ലാം ഉള്ളെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരികയില്ല. ഭയങ്കര പേടിക്കാരാണ് എല്ലാവരും. അപ്പോൾ കോഴി ഇതുപോലെ തൂങ്ങി നിൽക്കുന്നതെല്ലാം ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്കൊന്ന് കോഴിനെ പരിശോധിക്കുക. എന്താ അസുഖം എന്നെല്ലാം തീർച്ചപ്പെടുത്തിയിട്ട് മാത്രം മരുന്ന് കൊടുക്കുക. അപ്പോൾ അത്രയല്ലേ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മളെ ചാനലിലെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതലുള്ളത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെയിലെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.